ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ വലിയ സംഭവമൊക്കെ ആയിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ആ ഒരു സമയത്തോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മളിപ്പം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ മെയിൽ ID ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതുപോലെ എല്ലാത്തിനും നമുക്ക് ലോഗിൻ ID ഉണ്ടാവും, അതുപോലെ തന്നെ പാസ്വേഡും ഉണ്ടാവും. ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഒന്നും വേണ്ട, ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ പാസ്വേഡും കാര്യങ്ങളും സെറ്റ് ചെയ്ത് എന്നും ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടാവില്ല. കാരണം ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് എന്ന് കൊടുക്കും, പിന്നെ എപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് തന്നെ ലോഗിൻ ആവും. പക്ഷേ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ വേറൊരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും അയ്യോടാ നമ്മൾ മറന്നുപോയല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെറിയൊരു സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ റോൺ, ദിസ് ഇസ് ഫോവാസ്, യു വാച്ചിങ് അഡോബിക്സ്. അപ്പോൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ഉള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ ഉടായ്പ രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ഹാക്ക് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും എടുക്കുന്ന ഒരു സംഭവമല്ല ഇത്. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ചെറിയൊരു സെറ്റിങ്സിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ഏതെല്ലാം വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാനും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ പാസ്വേഡ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് നേരെ അങ്ങ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. പല മൊബൈൽ ഫോണും പല രീതിയിലായിരിക്കും. ചില മൊബൈൽ ഫോണിൽ ഇവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സെറ്റിങ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വേർഷനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിച്ചു വരുന്ന പോലെ ഈ ഒരു ഗൂഗിൾ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 1, 2 അല്ലെങ്കിൽ അതിലധികം മെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ ഇങ്ങനെയുള്ള ലോഗിൻ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ബ്രൗസറിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള മെയിൽ ID, ആ ഒരു മെയിൽ ID നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ല ഒരു മെയിൽ ID ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഏറ്റവും താഴേക്കൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യാം. ബൂം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് വെബ്സൈറ്റുകളും ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, അങ്ങനെ എല്ലാ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഈ ഒരു മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പിൻകോഡ് ചോദിക്കും. ജസ്റ്റ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി ഭാഗമായിട്ടാണ് അത് ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ ഹൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്വേഡും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുകയോ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടെ, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾക്ക് അനാവശ്യമായുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ഒക്കെ ഇതിൽ സേവ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഏതാണോ അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കൺഫേം ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഉപകാരപ്പെടുന്നില്ല. പല സാഹചര്യങ്ങളും ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഒരുപാട് ജോലിയൊക്കെ എടുത്തിട്ട് ആ പാസ്വേഡും കാര്യങ്ങളും ഫോർഗെറ്റ് ചെയ്ത് അതിൻ്റെ പിൻകോഡ് എടുത്ത് അത് വേറെ പുതിയ നമ്മുമായി ബന്ധമില്ലാത്ത പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതിലൊന്ന് ജസ്റ്റ് പോയി നോക്കുക. എന്നിട്ട് പാസ്വേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഇതുപോലുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.